നമ്മളിപ്പോൾ ഈ കേസിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതുന്ന ഒരു ലെറ്ററിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത് അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു തെളിവ് ശരിക്കും സുപ്രധാനമായിട്ടുള്ള ഒരു തെളിവ് തന്നെയല്ലേ? അപ്പം പിന്നെയും ഇത് പോകുന്ന സമയത്ത് അത് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് അതിനെ കണക്കാക്കാൻ പറ്റുമായിരുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യ സ്വഭാവം എന്ന് പരസ്യമായും രഹസ്യമായും പറയുന്ന ഒരു സ്വഭാവമുള്ളൊരു കേസ്. ഈ കേസിൽ ആര് കത്തെഴുതി, ആ കത്തിൽ എന്താണ്, ആ കത്തിൽ എന്ത് ഉൾപ്പെട്ടു എന്നുള്ളത് പുറത്തെങ്ങനെ അറിഞ്ഞു? അതെന്താ ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത? അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം നോക്കി ആ ഒരു ചർച്ച സൈഡ് ലൈൻ ചെയ്ത് പോവുകയാണ്. എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല പൾസർ സുനിയുടെ കത്തിൽ എന്താ ഉണ്ടായിരുന്നെന്ന്. ഞാനത് കണ്ടിട്ടില്ല, ഞാനത് കാണാൻ പാടില്ല. അത് ഒരു പബ്ലിക് ഡോക്യുമെന്റും അല്ല. അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള ഒരു അന്വേഷണത്തിന്റെ ഒരു വളരെ സുപ്രധാനപ്പെട്ട ഒരു രേഖ മാത്രമാണ്. ആ രേഖയിൽ എന്താണ് പറഞ്ഞിരുന്നതെന്നുള്ളത് നമുക്ക് ഡിസംബർ 8-ാം തീയതി അറിയാം. അതുവരെ ദിലീപ് പ്രതിയാണ്, കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ പൾസർ സുനി കുറ്റക്കാരനാണ്, ഒന്നും പറയാൻ നമുക്ക് കഴിയില്ല. അവരെല്ലാം കുറ്റാരോപിതരാണ്. ഡിസംബർ 8-ാം തീയതി വിധിന്യായം പറയുന്നത് വരെ ഇവരെല്ലാം കുറ്റാരോപിതരാണ്.